തൊട്ടി, പിക്കാസ്, മൺപെട്ടി. തൊട്ടിയും കൊണ്ട് എവിടെ പോണേ പെണ്ണെ? തൊട്ടിയും കൊണ്ട് എവിടെ പോണേ? തൊട്ടിയും കൊണ്ട് മണ്ണെടുക്കാൻ. ഈ രാവിലെ തൊട്ടിയും കൊണ്ട് എവിടെ പോണേ? മണ്ണെടുക്കാൻ. തൊട്ടിയും കൊണ്ട് എവിടെ പോണേ? മണ്ണെടുക്കാൻ. ഈ വലിയ കല്ലിയൊക്കെ നീ പൂജ പോണം. വേണ്ട വലിയ കല്യാണ്ട് കുഴിയണതാ. വേണ്ട പോണേ വേണ്ട. കല്ലിന്റെ കാലിൽ കൂടെ പോവൂലേ? കല്ലു കാലിൽ കൂടെ എങ്ങാനും വന്ന് വീണോ? ഇല്ലോ, ജോലി ചെയ്യണം. ചുമ്മാ ഇരിക്കണ കാര്യം എന്നെ കൊണ്ട് പറ്റൂല. പഠിച്ചേ ഞാൻ തൊട്ടിയും കൂടെ ഇല്ലാതെ ആക്കി വെച്ചാ എന്തായാലും പൊത്തു പോയില്ലേ. അപ്പൊ പിന്നെ ഇനിയിപ്പോ അത് തൊലഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും പൊത്തുപോയി. പിന്നെ അത് തൊലയാ. ഒരെണ്ണം നീ കല്ല് പിടിച്ചു വയ്ക്കണം. മണ്ണെടുക്കണം. മണ്ണെടുക്കണം. ഓ എന്തിനീ? ഇതുകൊണ്ടാ കൊണ്ടുവച്ചിരിക്കണണ്ടാ. അതൊക്കെ നടണ്ടേ? അതൊക്കെ ഇടാനാ. ഓ ഇതിന് ഈ മണ്ണെടുത്ത്, ഇത് നല്ല നല്ല മണ്ണാണത്. ഇത് ഈ മണ്ണ് എങ്ങനെയാണ് ഇവിടെ വന്നേന്നറിയോ? നിങ്ങൾ ചവറ് പറക്കി തൂത്തുകൂട്ടിയിട്ട് വരുമ്പോ ഭൂമി കിടക്കണ മുഴുവൻ മണ്ണിനെയും കൊണ്ടുവന്ന് വെക്കണത്. ഈ പറമ്പിലെ മുഴുവൻ മണ്ണും ഉണ്ട് ഇവിടെ. അമ്മയും മോനും കൂടെ തൂത്തുകൂട്ടി കളിക്കണം. എവിടെ പോയേ? എന്തിന്? ജോലി ചെയ്യണ കാര്യം. ഓഹോ എന്റെ പൊന്നോ, ഞാനും ചെയ്യൂല, ആരെയൊട്ട് ചെയ്യിക്കത്തൂല്ല. പോണേ, ആളികളെ വിളിക്കാം. എന്തിന് ജോലി ആളെ വിളിക്കണ? നമ്മളെ വീട്ടിലെ ജോലിയാ. നമ്മൾ എന്തിനാ ആളെ വിളിക്കണ? ഇത് നമ്മ എവിടെ കൊണ്ട് തട്ടായത്? അത് ഇളക്ക, റോസാപ്പൂ എല്ലാം ഇളക്കണം. അത് ഇളക്കണമെങ്കിൽ മണ്ണ് വേണം. മണ്ണ് അതിനാണ്. അത് ഒന്ന് അത്തറി തൊഴിഞ്ഞാ ഇവരിതൊക്കെ എങ്ങനെ നോക്കണം എന്നാണ്. അതിന്റെ അങ്ങനെ ഇങ്ങനെ നോക്കിയാ മതിയല്ല. മുട്ടില്ല. മുട്ടില്ല. മുട്ട പിന്നെ നിക്കണത് മുട്ടല്ലേ? പെണ്ണിന് ആലമരത്തെ ഇരിക്കുന്ന വേല. പെണ്ണിന് ആലമരത്തെ ഇരിക്കില്ല. ഇരിക്കുന്ന വേല. വെറുതെ എനിക്കില്ല. കുറച്ചേരം വെറുതെ എനിക്കില്ല. വെറുതെ നിന്നിട്ട് എന്തിരിയാ അമ്മ? ഇതെന്തിരി അളിച്ചു വിളിച്ച് പോ. ഇതെന്റെ തൊട്ടി. അയ്യപ്പാ, ഇതേ നമ്മള് തീയിടുന്ന ചാമ്പലിന്റെ അവിടുത്തെ മണ്ണാണേ. അപ്പൊ അത് നല്ല ഓരോ മണ്ണാ. ഇതില് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം നട എടുക്കണം. നല്ല ജോലി. ആണുങ്ങൾ ചെയ്യാനുള്ള ജോലിയാണ് പെണ്ണ് ചെയ്യുന്നത്. ആണ് ഞാൻ പഠിച്ച് നിർത്തിയിരിക്കണ വെച്ചു വെറുതെ കെട്ടി വെച്ചേക്കണം. എവിടെയാണ് കാണാൻ? അപ്പൊ നിങ്ങൾക്ക് അറിയാം. കാഴ്ചക്ക് പിടിച്ചെടുത്തേക്ക. നിങ്ങൾക്ക് അറിയാം നിങ്ങളെ മോനെ വെറുതെ ഞാൻ പിടിച്ച് നിർത്തിയിരിക്കണേന്ന്. ആഹാരങ്ങളൊക്കെ കൊടുത്ത് എല്ലാം കൊടുത്ത് ഇരിക്കണ കാണാൻ. എല്ലാ വേലയും ചെയ്യും. ആരാ? ആണുങ്ങളാ. ഏതാണുങ്ങൾ? ഇവിടെ ഏതാണുങ്ങൾ ഇരിക്കണേന്? എന്റെ വീട്ടിൽ ആണില്ലേ? അത് ആരാണ്? അത് പറ. ആരാണ്? എന്റെ ഭർത്താവ്. അതറിഞ്ഞാ മതി. അത് ജോലി ചെയ്യില്ലേ? അവൻ ജോലി ചെയ്യില്ല. ഒരു വഹ ചെയ്യൂല. ഒരു വകയും ചെയ്യില്ല. ഒരു വഹ ജോലി ചെയ്യൂല. അല്ലെങ്കിൽ ഈ ഞാൻ കിടന്ന് വെട്ടിക്കിളക്കിന് ഈ അവിടെ എവിടെയൊക്കെ പോയി ഇരിക്കാതെ വന്ന് എന്നെ സഹായിച്ചൂടെ? ഒന്നും ചെയ്യൂല. പിന്നെ കൊള്ളാം. ഇങ്ങോട്ട് തിരിഞ്ഞതില്ലേ?
നീ ആഹാരങ്ങൾ കൊടുക്കണേ നീ ഞാൻ നിങ്ങൾക്ക് എന്തിനു തരണ? ഉച്ചക്ക് ഞാൻ വന്ന് കൊഞ്ചി കുടിക്കുന്നില്ല. അമ്മ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് തരുമോ? ഞാൻ ഉച്ചക്ക് ഞാൻ ചായ ഉച്ച അവിടെ നിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് തരുമോ? തരുമോ? നിങ്ങൾക്ക് തരുമോ? തരുമല്ല. ഇതുപോലെ നിങ്ങൾ വല്ലതും ചെയ്യോ? അവന് കൊടുക്കണ അവന്റെ സ്വഭാവം തന്നെ കറിഞ്ഞൂടി. പന്ന സ്വഭാവല്ലേ ഇത് ചെയ്യാനാണ്. എന്ത് ചെയ്യാ ഇപ്പൊ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിനക്കൊന്നും ചെയ്യാക്കൂല, ഇനിയൊന്നും ചെയ്യാക്കൂല തന്നെ. ഇനിയൊന്നും ചെയ്യാക്കൂല. രണ്ട് പിള്ളേരായി പോയല്ലേ. ഇതിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? നിനക്ക് രക്ഷപ്പെടാൻ ഒക്കൂല. ഞാൻ പറഞ്ഞ കൊണ്ട് അവന്റെ അടുത്ത് തന്നെ. എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും മല്ലയ്യ? പേടിപ്പിക്കുന്നല്ല ശോഭന എന്നാ. ആദ്യമേ ഒരുങ്ങിയപ്പോ പറഞ്ഞല്ലേ. അതെ, ആദ്യം ഒരുങ്ങിയപ്പോ കെട്ടണ്ടായിരുന്നല്ലേ. ആദ്യമേ ഇന്ന് കൊല്ലോ? ഇനി കൊല്ലും. കൊല്ലോ? അവൻ കൊല്ലുന്ന എനിക്ക് കൊല്ലും. തല്ലി കൊല്ലോ? അവൻ കൊല്ലണം കൊല്ലും. എന്നെ അടിക്കണ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ കൊല്ലൂന്ന് പറഞ്ഞ? അവൻ എന്തെങ്കിലും കൊന്നിട്ട് തന്നെ. ഇപ്പൊ കാര്യം അറിയട്ടത് എന്താണ് പ്രശ്നം അറിയട്ടെ. കൊണ്ടാക്കും. തന്നെ ആര് വരുമ്മ? എന്നാലും നിങ്ങൾ ബാക്കി പറഞ്ഞതിൽ നിർത്ത്. വെയിലത്ത് മണ്ണന്മാരല്ലേ. വെയിലത്തല്ലാതെ പിന്നെ തണലത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ പറയട്ടെ, ഇപ്പൊ മോൻ എന്തിനാണ് പ്രശ്നം? മോന ഒടിയാകുമ്പോ വലുതാകുമ്പോ പറഞ്ഞാ കേക്കില്ല, ഒന്നും കേക്കില്ല. അല്ല ഞാൻ പാവൂല്ലേ? എനിക്ക് തോന്നുന്നു പാവൂന്നല്ലേ തോന്നണം. പാവൂല്ലേ? ഒടിയിലാവുമ്പോ തീരും. തന്നെ. ഭയങ്കരമാണോ അപ്പം? എനിക്കറിഞ്ഞൂടാ. നിങ്ങളെ മോനല്ലേ? നിങ്ങൾക്ക് തന്നെ. നിങ്ങൾക്കല്ലേ സ്വഭാവം അറിയാം. ഞാനൊന്നും മിണ്ടാത്തത്. മിണ്ടൂലേ? നിങ്ങൾ മിണ്ടിയാല് നിങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കൂലേ? ഞാൻ പറഞ്ഞാലും കേക്കില്ല. തന്നെ. അയ്യോ, അപ്പൊ ഞാൻ പറയണ ഈ ജോലി മോനെ കൊണ്ട് ചെയ്യിക്കാനാണോ നിങ്ങൾ പറയണ? അവൻ ചെയ്യാനുള്ള ജോലിയാണ്. ഞാൻ ചെയ്യുള്ളല്ലേ? നീ ചെയ്യാനുള്ളതല്ല അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യും? പക്ഷെ നിങ്ങൾ മോൻ കേൾക്കൂല. ഞാൻ ഇപ്പൊ പറയണ്, ഈ മൺവെട്ടി എടുത്ത് കൊടുത്തിട്ട് പറയണ് ഇത്തിരി വെട്ടി കിളക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോൻ കേൾക്കൂല. അപ്പൊ നീ എന്നെ കാര്യം ചെയ്യും. നിങ്ങളിന്ന് വരുമ്പോ മോൻ്റെ കൂടെ പറ, ചെറുക്ക ആ പെണ്ണ് ഈ വീട്ടിൽ വെട്ടിക്കിളക്കണൊക്കെ നീ കണ്ടില്ലേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്, ജോലി പറയില്ല. നിങ്ങൾ പറ. ഞാൻ പറയാനെങ്കിൽ അവന് ലക്ഷ്യമേ കൂടി കൂടി കൂടൂല. നിങ്ങളെ മോനല്ലേ? നിങ്ങളല്ലേ ഒന്നും കണ്ടൂല. ഞാൻ മിണ്ടെങ്കിൽ എനിക്ക് ലക്ഷ്യം കൂടുതലാവും. അല്ല, നിങ്ങൾക്കല്ലേ ദേഷ്യം കൂടുതലാവണോ? മോന് ദേഷ്യം കൂടുതലാവൂലല്ലോ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് മോന്റെ പറ. ഞാൻ പറഞ്ഞ കേക്കയില്ല. അമ്മ നിങ്ങൾ ഇങ്ങനെ പറ, ചെറുക്കൻ നീ അല്ലേ ഈ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യേണ്ടത്, മൺവെട്ടി എടുത്ത് കളക്കേണ്ടത് നീ അല്ലേ? നീ ആ പെണ്ണിനെ കൊണ്ട് ജോലി ചെയ്യണമെന്ന് ചോദിച്ച തീരാന്നുള്ള. ഞാൻ പറഞ്ഞാ കേക്കയില്ല. ഞാൻ പോണു. നിങ്ങള് നല്ല ഒന്നാം തരം എന്നെ കൊണ്ടെല്ലാം പറയിക്കുകയും ചെയ്യും. ആണുങ്ങളാണെങ്കിൽ പറയാ. വേറെ ഏതാണമ്മ? തന്നെ. ഒരു പ്രാവശ്യം പറഞ്ഞാ കേക്കോ? നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. ഹണീബി ഹണീബി നിലാവിന്റെ പൂന്തിറ പോലെ. ഹണീബി ഇത് മതി തന്നെ, വെള്ളം മതി. അമ്മ ഇതൊന്നും ആയില്ലമ്മ, ഇനി മണ്ണെടുക്കണം. അതായത് ഇതൊക്കെ എല്ലാം കൂടെ വാരി പറക്കിയൊക്കെ എടുക്കാം. ഇത് പോരാ, മണ്ണ് ഇനിയും വേണം. അതുകൊണ്ട് എന്തുമാത്രം റോസ നടാൻ കിടക്കണ്, എന്തുമാത്രം ഇത് നടക്കണം. പിന്നെ അവിടെ ഞാൻ ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് തക്കാളി വാങ്ങിച്ചുകൊണ്ട് വന്നു. തക്കാളി നടണം, വഴുതന നടണം. ഇതൊക്കെ നമ്മളെ പറമ്പിൽ നടണ്ടേ ശോഭനെ? നടണ്ടേ? പറയൂ. അത് എന്റെ കണിക്കൊന്നൊക്കെ ഞാൻ കൊടുത്തേക്ക. ഇനി നീ വിണ്ടിയാ ആരെങ്കിലും പറഞ്ഞാലേ കേക്കുള്ളു. എന്തിനാന്ന് പറയണ ഒന്നും കേക്കയില്ല. ശോഭന എന്നെ അലക്കിന് എന്തിനാന്ന് ചോദിച്ചാല്, ഞാൻ ഇവിടെ ഒരു ഓട ചെയ്തു. ഇതാണ്ട ഈ ഓട, ഇത് ഒറ്റയ്ക്ക് ചെയ്തത് പോസിബിൾ അല്ലെന്നാണ് ശോഭന പറഞ്ഞത്. ഞാൻ പോസിബിൾ ആണെന്ന് കാണിച്ചു കൊടുത്തു. ഇങ്ങോട്ട് പോ. അതായത് ഇവരൊക്കെ കുളിക്കുന്ന വെള്ളേ ഇങ്ങനെ അങ്ങ് പോവും, നടയിൽ അടുക്കളയിൽ അങ്ങോട്ട് പോവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ തടി ഉണ്ടായിരുന്നു, ഈ തടിയെ പൊക്കി മാറ്റിയപ്പോ തന്നെ നല്ലൊരു ഓടയായി. പിന്നെ ഞാൻ അതിനെ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ആക്കി. വേണ്ട, നല്ലൊരു ഓടയായി. അതിനാണ് ഷോപ്പൂസ് അലയ്ക്കണം.
നല്ലൊരു ഓടയായി കണ്ട ഓട. പ്രയത്നിക്കുവിൻ എന്നിട്ടും ആനക്കുട്ടിയെ പോലെ ആവണം. എന്തുമാത്രം ജോലി ചെയ്തിട്ടും വണ്ണം കുറയണില്ല. കുറെ പേര് പറഞ്ഞ നീരാണെന്ന്, കുറെ പേര് പറഞ്ഞ മനസ്സമ്മർദ്ദമാണെന്ന്. എനിക്ക് മനസ്സമ്മർദ്ദമോ ഈ വീട്ടിലോ? അപ്പതേ കണ്ട നമ്മുടെ മനസ്സമാധാനം ഇല്ലെന്ന്. എനിക്ക് മനസ്സമാധാനം ഇല്ല ഈ വീട്ടില്. ഉണ്ടോ എനിക്ക് ഈ വീട്ടില്? എന്തെന്ന് അറിഞ്ഞൂടെ? അവരെ സൗണ്ട് കയറിയപ്പോ പട്ടി വരണ നോക്കിയാണ്. എവിടെ സമാധാനമായിട്ട് കിടന്ന പട്ടിയായിരുന്നേ, അവര് സൗണ്ട് കേട്ടപ്പോ വരണ. ഡോഡു ഇവര് പറയണേ നീ ഭയങ്കരിയാണ്. ഒരാളായിട്ട് സംസാരിക്കുകയല്ലേ, അപ്പൊ പിന്നെ നീ കാര്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിന്റെ കൂടെ ഞാൻ പറയട്ടെ. ഇവര് പറയണ് നീ ഭയങ്കരിയാണ്. പോ വിട്ട് പോ, ഒറ്റ എണ്ണത്തിന്റെ കൂടെ എന്തൊരു അസൂയെന്ന് പറഞ്ഞാ അസൂയ. ഞാൻ പോണു. അപ്പൊ അപ്പൊ അറിയാ എന്ത് മനസ്സമാധാനം. അവിടെ നിർത്തി, സമാധാനം ഇല്ല. അയ്യോ അതുപോലെ പെണ്ണ മീൻ പൊരിച്ചില്ല. ചീറ്റി ഇനി വാ, ഒരുകൂടെ മണ്ണ് വാരുത്താ. ഇനി വാ, നിന്നെയൊക്കെ എന്തിനു ഞാൻ തീറ്റി പോറ്റണത്? ഇവിടെ വാടി ചീറ്റി, ഇവിടെ വാ, ഇവിടെ വാ. വന്ന് അനുസരണയില്ല ആനയ്ക്ക്. ഇവിടെ വാ ഇടി, ഇവിടെ വാടി. കണ്ട എന്റെ ഡോറ വരും ഇപ്പം. കണ്ട എന്ത് സ്നേഹമെന്നറിയാം അവളെ ഞാൻ വിളിച്ച. അവൾ ഒരു വിളിക്കും മതി, ആരെ വിളിച്ചാലും അവള് വരും. നീ വാ ഇവിടെ വന്നിരി ഡോതു, കാണിച്ചൂടെ എന്താണ് സ്നേഹവും അനുസരണയെന്നുള്ളത്. കണ്ട പെണ്ണുങ്ങളായി ഇങ്ങനെ വേണം. അന്യ കുടുംബത്തിൽ പോയി ജീവിക്കേണ്ട പെണ്ണല്ലേ നീ. നീ പോടി, നീ ചീത്തല്ലേ ഇടി പൊളിച്ചത്. നീ വാ. അങ്ങനെ എന്റെ ദോതു എന്ത് സ്നേഹം, നല്ല പൊന്നാണ് ദോതു. സീറ്റ് കൊള്ളൂല. ഈ ഭയങ്കരം എന്ന് പറയണതേ, നിങ്ങൾ ഭയങ്കര സാധനം എന്ന് പറയാനേ, നിങ്ങൾ ഇവിടെ കിടന്ന് ആടുമ്പോഴല്ലാതെ ഈ പട്ടി വാ തുറക്കോ? ഇവിടുത്തെ ഒറ്റ പട്ടികൾക്ക് ഇവര് സൗണ്ട് ഉയർത്തണ ഇഷ്ടമല്ല. അതിൽ എവൾക്ക് പ്രത്യേകിച്ച്, ഇവൾക്ക് ഒരു ഇച്ചിരി ജീവൻ ഉണ്ടെങ്കിൽ ഇവള് ഭയങ്കര ബഹളമാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ പട്ടി ഇഷ്ടമില്ലാത്ത. പിന്നെ കണ്ടേ ഇവള് ഈ രണ്ടെണ്ണോ ഷോബൂസിന്റെ സൗണ്ട് ഉയർത്തി അപ്പൊ കിടന്ന് ബഹളം വയ്ക്കും. ഇവിടെ അവർക്ക് വാ തുറക്കാൻ സ്വാതന്ത്ര്യം ഇല്ല. തോതുമ്മ പാവൂണ്, എന്റെ തോതുമ്മ പാവൂണ്. നീ ഇവിടെ തന്നെ നിൽക്കും. ഇത്തിരി പ്രേമിച്ച് അമ്മ ഇത്രയും നാളായിട്ട് അവര് നിങ്ങളെ കടിച്ചു. നിങ്ങൾ അതിനെ തിരിച്ചു കടിച്ചതാ? നിങ്ങൾ അതിന്റെ വായി പിടിച്ചു വെച്ച് കടിച്ചായിരുന്നാ? അമ്മ നിങ്ങൾ അതിനെ കടിച്ചായിരുന്നാ? തോതു മാറ്, എനിക്ക് ജോലിയുണ്ട്. തോതു മാറ്. അമ്മ എവിളെ നിങ്ങളാ ഇന്നേവരെ കടിച്ചിട്ടില്ലല്ല? കടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, പിന്നെ മിണ്ടായിരിക്കും. അത് വിരട്ടയിലേ ചെയ്യണുള്ളൂ. അത് നിങ്ങൾ മിണ്ടാതിരുന്ന അതിന്റെ ശല്യം കാണൂല. നിങ്ങൾ അതിനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നത്, അതെന്ത് മിണ്ടാത്ത? എനിക്ക് ജോലി കിട്ടും അമ്മച്ചി. അപ്പൊ നമ്മള് മണ്ണാക്കിയിട്ടുണ്ടേ. ഇതിപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണ്, ചാമ്പല് കൂടുതലുണ്ട് ഈ മണ്ണിൽ. അപ്പൊ അതുകൊണ്ട് അധികം വളം വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമ്മുടെ 2 ടൈപ്പ് മണ്ണാണേ. അപ്പൊ 2 ടൈപ്പ് മണ്ണിനെയും കൂടെ ഞാനൊന്ന് ഒരുമിപ്പിക്കണേ. ഇനി ഇതിൽ കുറച്ച് ചവറുണ്ട്, ചവറിനെയൊക്കെ ഒന്ന് നുള്ളി പറക്കി കളയണം. അമ്മച്ചിരാ പോണം. വലുതായിട്ടില്ല, എന്നാലും കുറച്ച് ചവറുകളുണ്ട്. അപ്പം എന്ത് ചെയ്യണ? ഈ ചവറ് നുള്ളി പറക്ക. അയ്യോ ഉത്തരവാദിത്വ ബോധോ? മാറി മതിയമ്മ, ചവറ് തീർന്നു. കൊള്ളാം, സൂപ്പർ. അവിടെ നിന്ന് എടുത്തിട്ട് പറക്കിയെടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തല മാറ്റ്. അപ്പൊ ഇനി ഇതില് ഞാനേ ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർക്കാൻ പോവേണേ. അപ്പൊ അതില് ഇന്ന് ഞാൻ കൃഷിഭവനിൽ നിന്ന് ചകിരിച്ചോറും ചാണകപ്പൊടിയും മേടിച്ചു. ഇത് ചാണകപ്പൊടിയാണേ. ചാണകപ്പൊടി കുറച്ചേ ചേർക്കണുള്ളൂ, കാര്യം വളമുണ്ട്. ഇത് ചാണകപ്പൊടി. ഇനി ചകിരിച്ചോറ് ഒരു പാക്കറ്റ് ഇടുവേ.
ഞാൻ പറഞ്ഞല്ലോ നമ്മള് ആധുനിക കൃഷി നൂതന ആധുനിക കൃഷി രീതികളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യണം. മുന്നേ ഇതിനകത്ത് നിന്ന് തന്നെയാണ് ഞാൻ തക്കാളി, വഴുതന, കത്തിരിങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, പാവയ്ക്ക, കോവയ്ക്ക ഇതൊക്കെ പറിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ മണ്ണ് ചാക്കിനകത്താക്കി വെക്കും. ഇപ്രാവശ്യമാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണത്. കാര്യം കുറച്ചും കൂടി വളം വേണമല്ലോ എന്ന് വരുത്തിയിട്ട്. അപ്പൊ അതുകൊണ്ടില്ല, എന്തെങ്കിലും തെറ്റും കുറവൊക്കെ ഉണ്ടാവും, ക്ഷമിച്ചേക്കുക. ഇനി 2 ഐറ്റം കൂടെ ഉണ്ടേ, അത് ചേട്ടാ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കണം. അതിനെടുത്തോണ്ട് വരട്ടെ. ഇതെല്ലാം കൂടെ എന്തരേ പോണാ? വരുമ്പോ കാണിച്ചു തരാം. ഇതെല്ലാം കൂടെ കുഴച്ചാ നീ എന്തരേ പോണാ? അമ്മ ഇതെല്ലാം കൂടെ കുഴച്ച് ചെടിച്ചട്ടിക്കകത്താക്കി ചെടി നടണം. പിന്നെ മേളില് ഞാൻ ടെറസിന്റെ മേളില് കുറച്ച് പച്ചക്കറി വെക്കാൻ പോണം. ഭൂമിയിൽ വെച്ചാൽ കിട്ടൂല. ഇതെന്താന്ന് വെച്ചാല് എള്ള് പൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണേണേ. കുറച്ചേ ചേർക്കണുള്ളൂ, മതി. മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇത് കമ്മല് വാങ്ങിച്ചല്ലേ, ഇത് കുഞ്ഞിയുടെ ഡാൻസ് പ്രോഗ്രാമിന്റെ കമ്മല്. അത് അവർക്ക് കൊച്ചിന് ഡാൻസ് പ്രോഗ്രാമിനെ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച കമ്മല്. അത് ഞാൻ പിന്നെ എടുത്തിട്ട് ഓ കൊച്ചിനല്ല, ഞാൻ എടുക്കും. എന്തിന്? എനിക്ക് കമ്മലൊന്നും വേണ്ട. ഞാൻ ഇന്ന് പിന്നെ വെളിയിൽ പോയോണ്ടാണ് ഈ കമ്മൽ എടുത്തിട്ട്. അല്ലെങ്കിൽ ഞാൻ കമ്മലിടണ നിങ്ങൾ കാണൂ. ഞാൻ കമ്മലിടാറുണ്ടാ? എനിക്ക് കമ്മലിടുന്ന ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല കമ്മലിടുന്ന. അതൊരു കമ്മലിട്ട അങ്ങനെയാണ്. എന്തെങ്കിലും ഓക്കെ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടേ. കാലിലൊന്നിട്ട് വെട്ടിക്കൊടുക്കല്ലേ? കാലിലൊന്നിട്ട് വെട്ടിക്കൊടുക്കല്ലേ? എനിക്ക് ജോലി ചെയ്യാൻ വീട്ടിൽ ആരുമില്ലേ? കാലിലൊന്നിട്ട് വെട്ടിക്കൊടുക്കല്ലേ? വാ വാ വാ, വെയിലത്തൊന്ന് കൂട്ടിക്കേറി. കാലിലൊന്നും ഇട്ട് വെട്ടിക്കൊടുക്കല്ലേ? എനിക്ക് ജോലി ചെയ്യാൻ ആരുമില്ലേ? എനിക്ക് ചോറും കറിയും വെച്ചാൽ ആരുമില്ലേ? എപ്പോഴും പറയും എനിക്ക് ചോറും കറിയും വെച്ചാൽ ആരുമില്ലേ? അയ്യോ അയ്യോ. അപ്പൊ അതറിയാ. നീ മരിയല്ലേ? നീ മരിയല്ലേ? അയ്യോ അയ്യപ്പ. ഇനി ഇതില് നമ്മള് വെള്ളം നനച്ചിടുവേ കേട്ടാ. വെള്ളം ഇനി ഇതിനാ വെള്ളം നനച്ച് നന്നായിട്ട് കോത്തിടും. ഭഗവാനെ, മഴയെങ്ങാനും പെയ്യോന്തോ. ചക്ക പഴുത്തിരിക്കണല്ല. ആത്തിച്ചക്ക, ആനമുന്തിരി. ആത്തിച്ചക്കയല്ലല്ലോ, ആനമുന്തിരി. ഓരോ തവണ ഓരോ പേരാണ് ഞാൻ പറയുന്നത്. ഇതൊന്ന് വിരുന്ന് വിളിയേ, നിനക്ക് ഇപ്പൊ ഞാൻ തരാമേ. ഞാൻ പറിക്കുമല്ലോ ഇപ്പം. അപ്പൊ ഇതിനി ഓസ് കണക്ട് ചെയ്ത് വെള്ളം എടുക്കട്ടെ. അവിടെ ഇരിക്കുന്നു. കുറച്ച് എത്താത്തോണ്ട് ഞാൻ തൽക്കാലം പരത്തി അടിക്കുകയാണ്. കാര്യം അതൊന്ന് കൊവുത്തിട്ടാ മതി. അവരെവിടെ പോയാ? എവിടെ പോയെന്നേ? എവിടെ പോയാ? ഈ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിരുന്നാ മതി. അയ്യോ, ഷോബൂസ് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? ആശ്ചര്യം തന്നെ മഹാദേവൻ, ആശ്ചര്യം തന്നെ. പോണേ അമ്മ ഇതെടുത്ത് വെച്ചതുകൊണ്ട് അതുകൊണ്ട് ആ മതം പൊട്ടി ആനയ്ക്ക് കൊണ്ടുപോടമ്മ. പാവം വെള്ളവും ഇതും കണ്ടപ്പോ ആര്യ നാട്ടം നോക്കിയാണ്. അതിനും ആദ്യം കൊണ്ട് വെച്ചുകൊടു. ചോദിന് ശോഭനയിൽ ഇല്ലെങ്കിൽ തരൂല. ചോദിക്കൂലേ? അതിന് വെള്ളം കൊണ്ട് വെച്ചു കൊടുത്താ മതി. ഇത്രയും വെള്ളം മതിയേ. ഈ നനച്ചിട്ടേന ഇനി ഞാന് മൺവെട്ടിക്ക് കോക്കും. ഇളക്കും. എന്റെ മുല്ലച്ചി കണ്ടാ പൂത്തിരിക്കണ? ഇനി വാ കാണിച്ചു തരാം. എന്റെ മുല്ലച്ചിക്ക് നിറയെ പൂവുണ്ടേ. എന്റെ മുല്ലച്ചിയുടെ പൂവാണ് എന്റെ കുഞ്ഞമ്മ വെക്കണത്. വേണ്ട. ഇപ്പൊ ഞാൻ ഇത് സംഭവം ഇത്രയും കാണൂല. ഞാൻ എന്നും തലേ ദിവസം രാത്രി പറിച്ച് വയ്ക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് പറിക്കാൻ പാടില്ല. അപ്പൊ നമ്മള്
ഞാനിങ്ങനെ ഈ തുടക്ക സമയത്തൊന്നും നമ്മുടെ പൂവിലൊന്നും തൊടൂല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ നിറച്ച് നിൽക്കണേ. ഇല്ലെന്നെങ്കിൽ ഇത്രയും ഞാൻ ഇപ്പോഴേ പറിച്ച് എന്റെ കുഞ്ഞുഞ്ഞിന്റെ തലയിൽ നിന്ന് വെച്ച് കെട്ടിക്കൊണ്ട് പോയേനെ. കുഞ്ഞുഞ്ഞാണ് പൂവൊക്കെ പറിക്കണ. പൂവൊക്കെ വയ്ക്കണ, മാറിപ്പോയി പറഞ്ഞത്. ഇനി നനച്ചിട്ടതിനാ ഒന്നും കൂടി ഞാനൊന്ന് ഇളക്കണേ. ഒന്നും കൂടെ ഒരു റൗണ്ടും കൂടെ ഇളക്കിളക്കിയിട്ട് ഇനി ഇങ്ങനെ തന്നെ ഇത് കിടക്കും. മീൻകറി മാത്രമേ എപ്പോഴും ഇളക്കോളാമ്മ. ഇളക്കണം, എന്നാലും നമ്മളിപ്പോ ഇട്ട വളങ്ങളും വെള്ളവും എല്ലാം കൂടെയൊക്കെ ഒരുമിച്ചാവുള്ളൂ. മനസ്സിലായാ? മീൻകറിയല്ല, ഒന്ന് പറയണില്ല, ഒന്ന് പോയെന്നെ. പിന്നെ നീ എന്തിനീ അമ്മ ഇത് എപ്പോഴും ഇങ്ങനെ ഇളക്കിയിട്ടാലും എല്ലാം ഒരുമിച്ചാവുള്ളൂ. കണ്ട, ഇനി ഇതിങ്ങനെ കിടന്നോളൂ. മണ്ണുകൊണ്ട് നീ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് വരെ പണിയൊന്നുമില്ലേ? ഇല്ലമ്മ, രാവിലെ പണിയൊക്കെ തീരും. ഒരു 8-8:15 പണിയൊക്കെ തീരും. പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു വേവലാതി എന്ത് പണിയുണ്ടെന്നുള്ള അന്വേഷിക്കലാണ്. അങ്ങനെ ഇവിടെ ഇറങ്ങി നടക്കുമ്പം കുറച്ച് പണി അഡീഷണൽ കിട്ടും. മുഖം നോക്കി അപ്പൊ ആ കിട്ടുന്ന ജോലിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇനി ഇതല്ല വേറെ കുറച്ച് പണിയും കൂടെ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അതും ചെയ്യാം. ഞാൻ ജോലി ചെയ്യൂല, മറ്റുള്ളവരോട്ട് ചെയ്യാൻ സമ്മതിക്കൂല. അതാണ് എൻ്റെ രീതി, നയം. ഓക്കെ, അപ്പം ഇതിനി നമ്മുടെ ചട്ടിക്കകത്താക്കിയാൽ മതി. ചട്ടിക്കകത്തും കുറച്ച് ഞാൻ ചാക്കിലാക്കും. ഈ ചാക്കിനെ ഒരു കവർ എടുക്കായിരുന്നു കേട്ടാ. അപ്പോ ഇന്നൊരു ദിവസം ഇവരിങ്ങനെ കിടക്കും കേട്ടാ. കൊവുത്ത് എല്ലാം കൂടെ മിക്സായി ഇന്നൊരു ദിവസം കിടക്കും. എന്നിട്ട് നാളെയാണ് ഞാൻ ഇതിനെ ചട്ടിക്കകത്താക്കി ചെടി നടുന്നത്. അതായത് എൻ്റെ ചെടികൾ കണ്ടില്ലല്ല ആരൊക്കെയാണെന്നുള്ളത്. കാണിച്ചു തരാം. ഇനി ഇതിങ്ങനെ കിടക്കട്ടെ. പിന്നെ ഇതിൽ ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. കാരണം ചിലവർ മണ്ണിൽ കുമ്മായൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ദിവസമൊക്കെ ഇടുന്നത് കാണാം. അപ്പം നമ്മുടെ മണ്ണിൽ കെമിക്കൽസ് ഒന്നും ഇല്ല. ഇത് നമ്മൾ ഇതിനകത്തുള്ള മണ്ണ് തന്നെയാണ്, നല്ല മണ്ണാണ്. പിന്നെ ഞാൻ തീയിടുന്ന ചാമ്പലൊക്കെ വന്നിട്ട് ചാമ്പലും ഒക്കെ ആയിട്ട് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ മുന്നേ ഇതിലൊന്നും ചെയ്യാതെയാണ് ഈ പറയുന്ന എള്ളും ഉണ്ണാക്കോ ചാണകപ്പൊടി ഒന്നും ചെയ്യാതെയാണ് ഞാൻ ഇവിടെ നട്ട് ഉറച്ച് എനിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇത്ര ഉണ്ടാവുമായിരുന്നു തക്കാളിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് അതിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഞാൻ മോർ മച്ച് കൊടുക്കുന്നതാണ്. നമ്മളെ ചെടിയും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ പറയുന്നോണ്ട് ഞാൻ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. പൊക്കളയാ. എന്റെ ചെടികൾ ഇതായിരിക്കണേ. വാടി തുടങ്ങി പെണ്ണുങ്ങള്. ഇതാണ്ട എല്ലാരും ഇതൊക്കെ എന്റെ പഴയ ചെടികളാണേ. ഇവരൊക്കെ ഇതിന്റെ ഇടയിലോട്ട് ഇരുന്നവരാണ്. ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ എന്റെ വീടിന്റെ ഫ്രണ്ട് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ സമ്മതിക്കണില്ല. അങ്ങനെയൊക്കെ അടിച്ചു കഴുകാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട് എല്ലാ ചെടിയും മാറ്റിച്ച്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചേക്കാണ്. ഇനി ഇവരെല്ലാം കൂടെ നട്ടിട്ട് പൂക്കളുള്ളവരാ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വെക്കും. പിന്നെ ടെറസിന്റെ മേളിൽ കുറച്ചു പേരെ വെച്ചേക്കുന്നു. അപ്പൊ എങ്ങനെ അപ്പൊ ഇനി ഇതിന്റെ ബാക്കി പരിപാടി നാളെ കാണിച്ചു തരാവേ. നാളെ ഞാൻ രാവിലെ നാളെ ചേട്ടനെ പിടിച്ച് നിർത്തണം, എന്നാലേ പറ്റുള്ളൂ. ഇത് പാട്. അപ്പൊ ഇതിന്റെ ബാക്കി പരിപാടി നാളെ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതേ ഞാൻ ആന നെയ്ക്കണോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നാളെ ഇതിന്റെ ബാക്കി കാണണം. വരാൻ പറ. നാളെ അതിന്റെ ബാക്കി വരണം. നീ ആയിട്ട് ഒരാളെ നമ്മൾ വിളിക്കാൻ പറ്റും. അമ്മ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരോട് ചെയ്യാൻ പറ. അമ്മ ഒന്നും കൂടെ അത് പറഞ്ഞ കേക്കട്ടെ. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു. ഏതാണ്ട് അതിന്റെ അടുത്ത് വരെ എത്തിയട്ടെ. ഇനി അടുത്ത ശോഭന പറയുമ്പോ സബ്സ്ക്രൈബ് എന്നാവും അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത് ബാക്കി ജോലിക്ക് പോവാം.